നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേട്ടാ, KPCCയിൽ പന്തലൊക്കെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും VD സതീശൻ മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഫ്ലെക്സുകൾ വരുന്നു. LDFിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ MV ഗോവിന്ദൻ പറയുന്ന ആ കസേര വേറെ ആരും നോക്കണ്ട, അത് പിണറായിക്ക് മാത്രമുള്ളതാണ് എന്ന്. എന്താണ് അവസ്ഥ? ഇനി മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ ഏതാണ്ട് ഇതേ സമയത്ത് നമുക്ക് ട്രെൻഡുകൾ മനസ്സിലായി തുടങ്ങും. ഉച്ചയോടുകൂടി അന്തിമ ഫലം പുറത്തു വരുമെന്നാണ് സൂചന. ഇതിൽ കേരളത്തിലെ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഫലം അറിയാൻ സാധിച്ചേക്കും. തമിഴ്നാട്ടിലും അതായിരിക്കും സ്ഥിതി. പക്ഷേ ബംഗാളിലെ ഫലം വൈകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഉറപ്പില്ല. പക്ഷേ ബംഗാളിൽ 294 മണ്ഡലങ്ങളുടെയും ഫലം വരുന്നില്ല. ഒരു മണ്ഡലത്തിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ മെയ് മാസം 21-നാണ് നടക്കുക. അപ്പോൾ 293 മണ്ഡലങ്ങളുടെ ഫലം മാത്രമായിരിക്കും നാളെ വരിക. ഒരു മണ്ഡലത്തിൻ്റെ ഫലം വരില്ല. അപ്പോൾ അതുതന്നെയും ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മമതാ ബാനർജി നേരത്തെ തന്നെ എല്ലാവരോടും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പൊയ്ക്കോളൂ എന്ന് പ്രവർത്തകർക്ക് ഈ ആഹ്വാനം നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ എണ്ണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചിട്ടുണ്ട്, ഗണ്യമായി കുറച്ചിട്ടുണ്ട്. 77 മറ്റു കേന്ദ്രങ്ങളേ ഉള്ളൂ ബംഗാളിൽ. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം സംഭവബഹുലമായ ഒരു ദിവസമായിരിക്കും നാളെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും BJPയുടെ സീറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു. അദ്ദേഹം എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളുകയാണ്. അദ്ദേഹം പറയുന്നത് LDF അധികാരത്തിൽ വരും, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ ഒട്ടേറെ സിറ്റിംഗ് സീറ്റുകൾ LDFന് നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ പിന്നെ കേരളത്തിന് കാണാൻ കഴിയുക ഈ തമ്മിലടി മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എക്സിറ്റ് പോളുകൾ കാണാത്ത ഒരു കാര്യം അത് BJPയുടെ പ്രസൻസ് ആയിരിക്കും. 14 സീറ്റുകൾ വരെ BJP കണക്ക് കൂട്ടുന്നെങ്കിലും അത്രയൊന്നും കിട്ടില്ല. പക്ഷേ BJPക്ക് കിട്ടുന്ന സീറ്റുകൾ അത് വലിയ രീതിയിൽ അവർ തിരുത്തൽ ശക്തിയായി മാറും എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത്. BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നത് സംബന്ധിച്ച ചർച്ച ഇപ്പോഴും ലൈവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും പിന്നീടത് 0-ൽ കലാശിക്കുകയായിരുന്നു. ഓരോ മണ്ഡലവും BJPക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിയമമണ്ഡലം പോലും BJPക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായിരുന്നു കഴിഞ്ഞ വോട്ടെണ്ണൽ ദിനം എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഇത്തവണ ഈവൻ 5-6 സീറ്റുകൾ നേടിയാൽ പോലും BJP ഒരു സ്റ്റാറായി മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതാകുമോ നാളത്തെ ഏറ്റവും വലിയ വിശേഷം? അതോ UDF തരംഗമാകുമോ? അല്ലെങ്കിൽ LDF തുടരുമോ? ഇതെല്ലാമാണ് ഇപ്പോഴും നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം. മാധ്യമങ്ങളെല്ലാം, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് BJP ചില മണ്ഡലങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. അത് BJP ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവർ ആദ്യം തിരഞ്ഞെടുത്തത് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണ്. രണ്ടാമതായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എത്തിയ മണ്ഡലങ്ങളാണ്. ഇങ്ങനെയാണ് ഇവർ ഈ ഒരു മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വിലയിരുത്തലുകൾ ഇതുവരെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ BJPയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ പരക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ, കാസർഗോഡ് ജില്ലയിൽ 2 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് മഞ്ചേശ്വരവും മറ്റൊന്ന് കാസർഗോഡുമാണ്. മഞ്ചേശ്വരത്ത് BJP 65,013 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. വെറും 745 വോട്ടുകൾക്കാണ് BJPക്ക് മണ്ഡലം നഷ്ടപ്പെട്ടത് മഞ്ചേശ്വരത്ത്. കാസർഗോഡിൽ 50,395 വോട്ട് നേടി. 12,901 അവിടുത്തെ ഭൂരിപക്ഷം. അപ്പോൾ ഈ 2 മണ്ഡലങ്ങളും നേടുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യങ്ങളിലൊന്ന്. അതിൽ കാസർഗോഡ് K. സുരേന്ദ്രൻ തന്നെ മത്സരിക്കുന്നുണ്ട്. അവിടെ ഇത്തവണ ജയിച്ചു കയറാൻ കഴിയുമെന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട്.
കാസർഗോഡ് മണ്ഡലത്തിലും വലിയ പ്രതീക്ഷ അവർ വയ്ക്കുന്നുണ്ട്. അത് അശ്വനിയാണ് അവിടെ മത്സരിക്കുന്നത്, അശ്വനി ML ആണ് അവിടെ മത്സരിക്കുന്നത്. അവർ അവിടെ മണ്ഡലം പിടിക്കും ഇത്തവണ. ഈ 12,000 ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇത്തവണ മറികടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ മലമ്പുഴയും പാലക്കാട് മണ്ഡലത്തിൽ നമുക്കറിയാം E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ 50,220 വോട്ടുകൾ ലഭിച്ചു. 3,800 വോട്ടുകളുടെ നഷ്ടത്തിലാണ് അവർക്ക് ആ മണ്ഡലം നഷ്ടപ്പെടുന്നത്. മലമ്പുഴയിൽ അവിടെ BSൻ്റെ മണ്ഡലമാണ്. അവിടെ 50,200 വോട്ടുകൾ BJP നേടുന്നു. അവിടുത്തെ ഭൂരിപക്ഷം ഈ 25,700 വോട്ടുകളാണ്. ഈ രണ്ട് മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്ന് BJP വിലയിരുത്തുന്നു. മലമ്പുഴയിൽ നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും CPIM-ൽ തന്നെ തമ്മിലടി ഉണ്ട് എന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ അവിടെ CPIM-ൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത്. അതുമാത്രമല്ല അവിടെ BJP ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ മാറിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. C. കൃഷ്ണകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 25,000 വോട്ടിൻ്റെ കുറവ് അത് ഇത്തവണ നികത്തും എന്നവർ പറയുന്നു. പിന്നീട് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ് അവർ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേത്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ PC ജോർജ് NDA-യിൽ ആയിരുന്നില്ല. എങ്കിൽ കൂടി ഇത്തവണത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 41,851 വോട്ട് PC ജോർജ് അവിടെ നേടി. PC ജോർജിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു 17,000 വോട്ട് മാത്രമാണ്. അത് ഇത്തവണ മറികടക്കാൻ കഴിയും. കാരണം BJP PC ജോർജിനോടൊപ്പം കഴിഞ്ഞ തവണ ജോയിൻ ചെയ്തിരുന്നില്ല. ഇത്തവണ BJPയുടെ വോട്ടുകൾ കൂടി വരുമ്പോൾ PC ജോർജിന് ആ മറികടക്കാൻ പറ്റും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു. പിന്നീട് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ BJP ഉറച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ 42,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. അവിടെ 17,000 വോട്ടാണ് അവിടുത്തെ ഭൂരിപക്ഷം. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലടക്കം ചാത്തന്നൂരിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇത്തവണ ഈ 17,000 വോട്ട് മറികടക്കാൻ പ്രാപ്തിയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ 4 മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അതോടൊപ്പം വട്ടിയൂർക്കാവ്, നേമം, ഈ 4 മണ്ഡലങ്ങളാണ് BJP അതീവ ശ്രദ്ധ വെച്ചിട്ടുള്ളത്. ആറ്റിങ്ങലിലെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 31,000-ൽ പരം വോട്ടുകളാണ്. പക്ഷേ അത് മറികടക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന V. മുരളീധരൻ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ നേട്ടം, അതിനുശേഷം ആ നേട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലനിർത്തുന്നു. ഇത് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. കഴക്കൂട്ടം V. മുരളീധരൻ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 40,000-ൽ പരം വോട്ടുകൾ അവിടെ നേടിയിരുന്നു. 23,000 വോട്ടുകളുടെ കുറവുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് 39,596 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. 21,000-ൽ പരം വോട്ടുകളുടെ കുറവാണ്. പക്ഷേ ആ വട്ടിയൂർക്കാവ് മണ്ഡലം ഇപ്പോൾ എങ്ങനെ മാറിയിരിക്കുന്നുവെന്ന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്ത് വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വരുന്നു. വളരെ കൃത്യമായ സംഘടനാ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ആ മണ്ഡലത്തിൽ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നേമത്ത് 51,900 വോട്ടാണ് കഴിഞ്ഞ തവണ നേടിയത്. 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ V. ശിവൻകുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ഡലങ്ങൾ, ഈ 10 മണ്ഡലങ്ങളിലാണ് തിരുവനന്തപുരം, കോട്ടയം, അതുപോലെ തന്നെ കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, ഈ 4 ജില്ലകളിലുമായി വ്യാപിച്ച് കിടക്കുന്ന 10 മണ്ഡലങ്ങളിൽ BJP കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സ്ട്രാറ്റജിയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 10+. ഇതിനപ്പുറമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അവിടെ ചില മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അതിലെല്ലാം പിടിക്കാൻ കഴിയില്ലെങ്കിലും തൃശ്ശൂർ മണ്ഡലം, മണലൂർ മണ്ഡലം, ഇവിടെയൊക്കെ നാട്ടിക, ഇവിടെയൊക്കെ BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി BJP സസ്പെൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലായിരിക്കും BJP ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കണക്ക് പുറത്തു വരുമ്പോഴാണ്, ഈ കണക്ക് ആദ്യമായി പുറത്തു വരുന്നത് എക്സിറ്റ് പോളിലൂടെയാണ്, ചില എക്സിറ്റ് പോളുകളിലൂടെയാണ്. ആ എക്സിറ്റ് പോളുകളിലൂടെ ഈ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് BJP വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത്. ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. 3 മുതൽ 5 സീറ്റുകൾ വരെയൊക്കെ എന്നുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന എക്സിറ്റ് പോളുകൾക്കിടയിലാണ് ഈ 14 സീറ്റുകൾ, 11 സീറ്റുകൾ എന്നൊക്കെയുള്ള പ്രവചനം വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. അതൊരു പക്ഷേ ആ ഒരു രീതിയിലേക്ക്, ഒരു യഥാർത്ഥത്തിലേക്ക് അതിൻ്റെ ഒരു പകുതി സീറ്റെങ്കിലും വന്നാൽ,
5 മുതൽ 7 സീറ്റ് വരെ വന്നു കഴിഞ്ഞാൽ BJPക്ക് അതൊരു വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാകും. അത് BJPക്ക് രാഷ്ട്രീയ നേട്ടം എന്നതിനേക്കാൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഒന്നേക്ക് LDF അല്ലെങ്കിൽ UDF എന്നുള്ളതാണ്. സീറ്റുകൾ അവർക്ക് മാത്രം എന്നുള്ള രീതിയിലാണ്, BJP ചിത്രങ്ങളിലേക്ക് ഇല്ല എന്നുള്ള തരത്തിലാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ പറയുന്നത് പോലെ 5 അല്ലെങ്കിൽ 10 സീറ്റുകൾ BJP നേടുമ്പോൾ ആ ഒരു ട്രെൻഡ് മാറുന്നതിനൊപ്പം ഈ LDFനും UDFനും കിട്ടുന്ന സീറ്റുകൾ അതിനൊപ്പം തന്നെയുള്ള അവരുടെ ഒരു സാധ്യത കൂടെ കുറയുന്നില്ലേ? കാരണം വോട്ടുകൾ BJPയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ LDFനും UDFനും കിട്ടേണ്ടുന്ന വോട്ടുകളാണ് BJP കൈവശപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ഇതിൻ്റെ ഒരു BJPയുടെ അവകാശവാദങ്ങൾക്ക് അനുസരിച്ച്, BJP പരസ്യമായി അങ്ങനെ ഒരു അവകാശവാദം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അവകാശവാദങ്ങൾക്കനുസരിച്ച് എന്നാൽ അവർ തൂക്ക് സഭ വരും, ഞങ്ങൾക്ക് നല്ല സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വരണമെങ്കിൽ, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെ എത്തിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ കഴിയും. പക്ഷേ BJPയുടെ ഒരു കടന്നുവരും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം 10-20ഓളം പാർട്ടികളാണ് ഈ ഭരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കുറേ പതിറ്റാണ്ടുകളായി കയ്യാളിയിരിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടും, 5 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടേക്ക് BJPയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായൊരു വലിയ സുനാമിയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരു വൺ പാർട്ടി സിസ്റ്റമാണ് ഈ കടന്നു വരുന്നത്. അപ്പോൾ എത്ര പാർട്ടികൾക്ക് 20-25ഓളം പാർട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കൾക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇതാണ് വലിയ രീതിയിൽ LDFും UDFും ഭയപ്പെടുന്നത്. അപ്പോൾ ഒറ്റ പാർട്ടി എന്ന രീതിയിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാകെ മാറുകയാണ്. സീറ്റുകൾ വിജയിക്കുക, അതിനുശേഷം സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുക, ബോർഡ് കോർപ്പറേഷനുകൾ വീതം വയ്ക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് അടിച്ചു മാറ്റുക എന്നതിനപ്പുറം ഒരു യഥാർത്ഥ രാഷ്ട്രീയം, ഒരു യഥാർത്ഥ ഭരണം ഈ ഒറ്റ കക്ഷിക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ജനങ്ങൾ പരീക്ഷിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് LDFനെയും UDFനെയും ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് BJPയുടെ വരവ് നമുക്ക് വില കുറച്ച് കാണാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറുന്നു എന്നുള്ളതാണ്. NDA ഉണ്ട്, അവിടെ 1-2 ഘടകകക്ഷികളുണ്ട് എങ്കിൽ പോലും ഏറ്റവും ശക്തമായ പാർട്ടിയായി വരുന്നത് ആ മുന്നണിയിൽ BJP തന്നെയല്ലേ. ഇപ്പോൾ 2020 ഉണ്ട്, 2020 കുന്നത്തുനാട് പിടിക്കുമെന്നാണ് പറയുന്നത്. BDJS ഉണ്ട് എങ്കിൽ പോലും ആ ഒരു LDFൻ്റെയും UDFൻ്റെയും ഒരു രാഷ്ട്രീയ സംസ്കാരം ആയില്ല ഇതിനകത്തുനിന്ന്. പാർട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതാണ് ഈ BJPയുടെ ഒരു കടന്നുവരവിൻ്റെ ഉദ്ദേശം. എന്തായാലും BJP കടന്നു വരുമ്പോൾ ഇവിടെ UDFിൽ നിന്നും അല്ലെങ്കിൽ LDFിൽ നിന്നുമൊക്കെ ഘടകകക്ഷികളുടെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞതിന് ശേഷം BJPയുടെ ചില നേതാക്കളൊക്കെ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ 2 മുന്നണി ഉണ്ടാവുകയുള്ളൂ. അതിലൊന്ന് NDA ആണ്, ഒന്ന് മറ്റൊരു മുന്നണിയാണ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ മുന്നണി നശിക്കാൻ പോകുന്നു, ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമാറാൻ പോകുന്നു, ഒരു വലിയ പുനരധിവാസം ഇവിടെ നടക്കാൻ പോകുന്നു എന്നാണ് BJP പറയുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയണം.